ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് നിങ്ങളുടെ 9th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിൽ ഫസ്റ്റ് യൂണിറ്റിൽ സെക്കൻഡ് ചാപ്റ്റർ ലേണിംഗ് ദ ഗെയിം എന്ന് പറഞ്ഞ സച്ചിൻ ടെണ്ടുൽക്കറുടെ ഓട്ടോബയോഗ്രഫി ആയിരുന്നു. ഓട്ടോബയോഗ്രഫിയിൽ നിന്ന് എടുത്തൊരു ഭാഗമായിരുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സച്ചിൻ ടെണ്ടുൽക്കർ എങ്ങനെയാണ് രമാകാന്ത് അർച്ചേർക്കർ സർ ക്രിക്കറ്റ് കോച്ചായിരിക്കുന്ന ശാരദാശ്രം വിദ്യാമന്ദിർ എന്ന സ്കൂളിലേക്ക് മാറിയതും പിന്നെ അവിടെ വെച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ക്രിക്കറ്റ് പ്രാക്ടീസിനെ കുറിച്ചൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക് പോവാം. ഇനി അടുത്ത പാരഗ്രാഫ് നോക്കുക. ഒക്കേഷണലി മൈ ഫാദർ കെയിം ടു ടേക്ക് മീ ഹോം ആൻഡ് ഐ വുഡ് ഓൾവേസ് ആസ്ക് ഹിം ടു ട്രീറ്റ് മീ ടു എ സ്പെഷ്യൽ ഫ്രൂട്ട് കോക്ടെയിൽ അറ്റ് എ ജ്യൂസ് സെൻറ്റർ നിയർ ദ ക്ലബ്. ഒക്കേഷണലി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒക്കേഷണലി എന്ന് പറഞ്ഞാൽ നൗ ആൻഡ് ദെൻ, അതായത് ഇടയ്ക്കൊക്കെ എൻ്റെ അച്ഛൻ എന്ത് ചെയ്യുമായിരുന്നു? മൈ ഫാദർ കെയിം ടു ടേക്ക് മീ ഹോം. അപ്പോൾ ഈ പ്രാക്ടീസ് കഴിഞ്ഞ് എന്നെ കൊണ്ടുപോകാൻ അച്ഛൻ വരുമായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് ഞാൻ അച്ഛനോട് ആവശ്യപ്പെടാറുണ്ടായിരുന്നു, ഐ വുഡ് ഓൾവേസ് ആസ്ക് ഹിം ടു ട്രീറ്റ് മീ ടു എ സ്പെഷ്യൽ ഫ്രൂട്ട് കോക്ടെയിൽ അറ്റ് എ ജ്യൂസ് സെൻറ്റർ നിയർ ദ ക്ലബ്. ആ ക്ലബിനടുത്തുള്ള ഒരു ജ്യൂസ് കടയിൽ നിന്ന് എനിക്കൊരു സ്പെഷ്യൽ ജ്യൂസ് വാങ്ങിത്തരാൻ. ഫ്രൂട്ട് കോക്ടെയിൽ മീൻസ് ഒരു ജ്യൂസ് ടൈപ്പ് ഡിഷാണ്. അപ്പോൾ അത് വാങ്ങിച്ച് തരാൻ വേണ്ടി ഞാൻ അച്ഛനോട് എപ്പോഴും പറയാറുണ്ടായിരുന്നു. While this regular demand was a little unreasonable because at the time I didn't realize that my parents also had to take care of the needs of my brothers and sister. My father would invariably end up giving me what I wanted just to see me happy. അപ്പോൾ ഞാൻ ഇങ്ങനെ ആവശ്യപ്പെടുന്ന സമയത്ത് ദിസ് റെഗുലർ ഡിമാൻഡ്, അപ്പോൾ ഞാൻ അച്ഛൻ വരുന്ന സമയത്തൊക്കെ ഞാനിത് ആവശ്യപ്പെടുന്നത് വാങ്ങിച്ചു തരാൻ വേണ്ടി. അപ്പോൾ എൻ്റെ ഈ റെഗുലർ ഡിമാൻഡ് എങ്ങനെയായിരുന്നു എന്ന് പറയുന്നത് വാസ് എ ലിറ്റിൽ അൺറീസണബിൾ എന്ന് പറഞ്ഞാൽ, റീസണബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ യുക്തിപൂർവ്വമായിട്ടുള്ള യുക്തിക്ക് നിരക്കുന്ന, അൺറീസണബിൾ എന്ന് പറഞ്ഞാൽ ഒട്ടും ന്യായീകരിക്കാൻ പറ്റുന്നതായിരുന്നില്ല. കാരണം എന്താണ്? ബിക്കോസ് അറ്റ് ദ ടൈം, ആ സമയത്ത് എനിക്ക് അറിയില്ലായിരുന്നു എന്താണ്, ഐ ഡിഡ്ന്റ് റിയലൈസ് ദാറ്റ് മൈ പാരൻസ് ഓൾസോ ഹാഡ് ടു ടേക്ക് കെയർ ഓഫ് ദ നീഡ്സ് ഓഫ് മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. അതായത് എൻ്റെ അച്ഛന് എൻ്റെ കാര്യം മാത്രം നോക്കിയാൽ പോരാ, എൻ്റെ ബ്രദേഴ്സിൻ്റെയും എൻ്റെ സിസ്റ്ററിൻ്റെയും കാര്യങ്ങൾ കൂടെ നോക്കണം എന്നുള്ള ഒരു കാര്യം എനിക്ക് ആ സമയത്ത് അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്. മൈ ഫാദർ വുഡ് ഇൻവാരിയബിളി എൻഡ് അപ്പ് ഗിവിങ് മീ വാട്ട് ഐ വാണ്ടഡ്. അപ്പോൾ എൻ്റെ അച്ഛൻ എന്ത് ചെയ്തു? ഇൻവാരിയബിളി മീൻസ് ഓൾവേസ്. അപ്പോൾ അച്ഛനെ എല്ലായ്പ്പോഴും എന്ത് ചെയ്തു? എൻഡ് അപ്പ് ഗിവിങ് മീ വാട്ട് ഐ വാണ്ടഡ്. അപ്പോൾ എന്താണോ ഞാൻ ആവശ്യപ്പെടുന്നത് എനിക്ക് അത് ചെയ്തു തന്നിരുന്നു. ജസ്റ്റ് ടു സീ മീ ഹാപ്പി, അല്ലേ? എനിക്ക് എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അച്ഛൻ ഞാൻ ആവശ്യപ്പെട്ടതൊക്കെ ചെയ്തു തന്നു. ഓൺ അതർ ഡേയ്സ് വെൻ ഐ മെയ്ഡ് മൈ വേ ഹോം ഫ്രം ശിവാജി പാർക്ക് ഓൺ മൈ ഓൺ, ഐ ഹാഡ് ഓഫൺ ഫാൾ അസ്ലീപ്പ് ഓൺ ദ ബസ് ഇഫ് ഐ മാനേജ് ടു സിറ്റ് ഡൗൺ. അപ്പോൾ അച്ഛൻ വരാത്ത ദിവസങ്ങളിൽ ഞാൻ എങ്ങനെയാണ് പോവുക തിരിച്ച് വീട്ടിലേക്ക്? ഓൺ അതർ ഡേയ്സ് വെൻ ഐ മെയ്ഡ് മൈ വേ ഹോം ഫ്രം ശിവാജി പാർക്ക് ഓൺ മൈ ഓൺ. അപ്പം ഞാൻ എൻ്റെ സ്വന്തമായ രീതിയിൽ തന്നെ തിരിച്ച് പോവും അച്ഛൻ വരാത്ത ദിവസങ്ങളിൽ. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ എപ്പോഴാണ്? ബസ്സിലാണ് പോവുക. ഐ ഹാഡ് ഓഫൺ ഫാൾ അസ്ലീപ്പ് ഓൺ ദ ബസ്. അപ്പോൾ തിരിച്ച് പോകുന്ന സമയത്ത് ഞാൻ പലപ്പോഴും ഉറങ്ങിപ്പോവാറുണ്ടായിരുന്നു. എപ്പോഴാണ്? ഇഫ് ഐ മാനേജ് ടു സിറ്റ് ഡൗൺ. അപ്പോൾ എനിക്ക് ഇരിക്കാനൊരു സീറ്റ് കിട്ടിയാൽ, ബസ്സിൽ സീറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ ഇരുന്ന് ഉറങ്ങുമായിരുന്നു. Anyone who has been on a Mumbai bus at peak hours will know just how difficult it is to get a seat. അപ്പോൾ ഈ മുംബൈയിൽ നിന്ന് ബസ്സിൽ പോയ ആളുകൾക്കറിയാം ആ ഒരു പീക്ക് അവർ എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക് കൂടിയ സമയം. അപ്പോൾ ആ സമയത്ത് ബസ്സിൽ യാത്ര ചെയ്ത ആളുകൾക്കറിയാം അവിടെ ആ സമയത്ത് ബസ്സിൽ സീറ്റ് കിട്ടാൻ എത്രത്തോളം ഡിഫിക്കൽട്ടാണ്. Anyone who has been on a Mumbai bus at peak hours will know just how difficult it is to get a seat. On days when I was not so lucky, it was still a challenge just to stand with the kit bag because the bus conductors would inevitably complain about me taking up the space of another passenger. അപ്പോൾ ഞാൻ ലക്കി ആയിരുന്ന ദിവസങ്ങളിൽ മാത്രമേ എനിക്ക് സീറ്റ് കിട്ടാറുണ്ടായിരുന്നുള്ളൂ. ഇനി അതാണ് ഓൺ ഡേയ്സ് വെൻ ഐ വാസ് നോട്ട് സോ ലക്കി, എനിക്ക് അത്ര ഭാഗ്യമില്ലാത്ത ദിവസങ്ങളിൽ ഇറ്റ് വാസ് എ സ്റ്റിൽ ചലഞ്ച്, അല്ലേ? എനിക്കതൊരു ചലഞ്ചായിരുന്നു, ഒരു വെല്ലുവിളിയായിരുന്നു. എന്ത്? ജസ്റ്റ് ടു സ്റ്റാൻഡ് വിത്ത് എ കിറ്റ് ബാഗ്. അപ്പോൾ എൻ്റെ കയ്യിൽ എന്തുണ്ടാകും? ഒരു കിറ്റ് ബാഗും ഉണ്ടാകും. അപ്പോൾ അത് വെച്ചിട്ട് ബസ്സിൽ നിൽക്കുക. ഇറ്റ് വാസ് സ്റ്റിൽ എ ചലഞ്ച് ജസ്റ്റ് ടു സ്റ്റാൻഡ് വിത്ത് എ കിറ്റ് ബാഗ് ബിക്കോസ് ദ ബസ് കണ്ടക്ടേഴ്സ് വുഡ് ഇന്നെവിറ്റബിളി കംപ്ലെയിൻ അബൌട്ട് ടേക്കിംഗ് അപ്പ് ദ സ്പേസ് ഓഫ് അനദർ പാസഞ്ചർ. അപ്പോൾ എൻ്റെ കയ്യിൽ വലിയൊരു ബാഗുണ്ട്, കിറ്റ് ബാഗ്. അപ്പോൾ അത് കൊണ്ട് ഞാൻ ബസ്സിൽ, ഈ തിരക്കുള്ള ബസ്സിൽ നിൽക്കുന്ന സമയത്ത് ബസ് കണ്ടക്ടേഴ്സ് നിർബന്ധമായിട്ട് അവരെന്ത് ചെയ്യും? എന്നെ വഴക്ക് പറയും. എന്തിനാണ്?
അവർ കംപ്ലൈൻറ്റ് പറയും അല്ലേ, അബൌട്ട് ടേക്കിംഗ് ദ സ്പേസ് ഓഫ് അനദർ പാസഞ്ചർ അല്ലേ, മറ്റൊരു യാത്രക്കാരൻ്റെ സ്പേസും കൂടെ എനിക്ക് വേണം എൻ്റെ കിറ്റ് ബാഗ് കൊണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനവർ കംപ്ലൈൻറ്റ് പറയുന്നത് ഉറപ്പായിട്ടും എനിക്കറിയാമായിരുന്നു. ഇറ്റ് കുഡ് ബി എംബറാസിങ് ബിക്കോസ് ദ കണ്ടക്ടേഴ്സ് വെർ ഓഫൺ റൂഡ് ആൻഡ് വുഡ് സംടൈംസ് ആസ്ക് മീ ടു ബൈ 2 ടിക്കറ്റ്സ് അല്ലേ. അപ്പോൾ ഒരു അതിശയിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ പലപ്പോഴും എന്നോട് റൂഡായിട്ട് പെരുമാറുമായിരുന്നു. ബിക്കോസ് ദ കണ്ടക്ടേഴ്സ് വെർ ഓഫൺ റൂഡ് ആൻഡ് റൂഡാവുക എന്ന് പറഞ്ഞാൽ കുറച്ച് എന്താ പറയുക കർക്കശമായിട്ട് പെരുമാറുമായിരുന്നു. ആൻഡ് വുഡ് സംടൈംസ് ആസ്ക് മീ ടു ബൈ 2 ടിക്കറ്റ്സ്, അവർ എന്നോട് പലപ്പോഴും 2 ടിക്കറ്റ് എടുക്കാനും പറയുമായിരുന്നു. അതായത് ഒരു പാസഞ്ചറുടെ സ്പേസും കൂടെ ഞാൻ എടുക്കുന്നത് കൊണ്ട്. I didn't have the money for a second ticket and I had to learn to take these remarks in my stride. അപ്പോൾ എനിക്ക് ഞാൻ 2 ടിക്കറ്റ് എടുക്കാനുള്ള കാശൊന്നും എൻ്റെ കയ്യിലുണ്ടാകുമായില്ല. അതുകൊണ്ട് തന്നെ ഐ ഹാഡ് ടു ലേൺ ടു ടേക്ക് ദീസ് റിമാർക്സ് ഇൻ മൈ സ്ട്രൈഡ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, മുന്നേറ്റം അല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് നടന്നു പോകുന്നതിനൊക്കെ സ്ട്രൈഡ് എന്ന് പറയില്ല. അപ്പോൾ വാക്ക് വിത്ത് ലോങ് സ്റ്റെപ്സ് അതിനൊക്കെ സ്ട്രൈഡിങ് എന്നാണ് പറയുക. അപ്പോൾ ഇവിടെ അതായത് എൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ ഈ ഒരു അഭിപ്രായങ്ങളൊക്കെ ഞാൻ ആ അഭിപ്രായങ്ങളെ മനസ്സിലാക്കി വെക്കാനും ശ്രമിച്ചു. അതായത് അത് വലിയ കാര്യമായിട്ട് എടുക്കാതെ മുന്നോട്ട് പോകാൻ ഞാൻ ശ്രമിച്ചു. ഡേർട്ടി ക്ലോത്ത്സ് ഓഫൺ ആഡഡ് ടു ദ എംബറാസ്മെൻറ്റ്. പിന്നെ എൻ്റെ ഈ ഒരു ബുദ്ധിമുട്ട്, എംബറാസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ അന്താളിപ്പിക്കുക, അതിശയിപ്പിക്കുക എന്നൊക്കെയാണ് ഇവിടെ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു എനിക്ക് ബസ്സിൽ വെച്ച് സംഭവിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പോകുന്ന യാത്രയിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ. അപ്പോൾ ഡേർട്ടി ക്ലോത്ത്സ് ഓഫൺ ആഡഡ് ടു ദ എംബറാസ്മെൻറ്റ്. അപ്പോൾ എൻ്റെ ഈ ബുദ്ധിമുട്ട്, പ്രശ്നം ഒക്കെ ഒന്നും കൂടെ ആഡ് ചെയ്തു, അല്ലെങ്കിൽ ഡിഫിക്കൽട്ടീസ് ഒന്നുകൂടെ കൂടി. എന്ത് കാരണം? ഡേർട്ടി ക്ലോത്ത്സ് അല്ലേ. അപ്പോൾ അതായത് പിന്നെ പ്രാക്ടീസ് കഴിഞ്ഞാകെ വൃത്തികേടായ ഡ്രസ്സുമായിട്ടാണ് ഞാൻ പോകുന്നത്. ഐ ഇവോൾഡ് എ വേ ഓഫ് റാപ്പിംഗ് ദ കിറ്റ് ബാഗ് വിത്ത് ടൈം. ഐ ഇവോൾഡ് എ വേ ഓഫ് റാപ്പിംഗ് ദ കിറ്റ് ബാഗ് അറൗണ്ട് മീ. എന്താണ് ഇവോൾവ് എന്ന് പറഞ്ഞാൽ? ഇവോൾവ് ചെയ്യാന്നാൽ ഡെവലപ്പ് ഗ്രാജ്വലി എന്നാണ്. അതായത് ഓരോ ദിവസം കഴിയുമ്പോൾ നമ്മൾ മാറി വരിക, അതായത് പരിണമിക്കുക എന്നൊക്കെ പറഞ്ഞ പോലെ. അപ്പം വിച്ച് ടൈം ഐ ഇവോൾഡ് എ വേ ഓഫ് റാപ്പിംഗ് ദ കിറ്റ് ബാഗ് അറൗണ്ട് മീ. റാപ്പിംഗ് എന്ന് പറഞ്ഞാൽ കവർ ചെയ്യുക. അപ്പം ഞാൻ പിന്നെ എന്ത് ചെയ്തു? എൻ്റെ കയ്യിലുള്ള കിറ്റ് ബാഗ് കവർ ചെയ്തിട്ട് കൊണ്ടുപോകാൻ തുടങ്ങി. ജസ്റ്റ് ആസ് ദ ഹെൽമെറ്റ് ആൻഡ് പാഡ്സ് ബിക്കെയിം എ പാർട്ട് ഓഫ് മീ വൈൽ ബാറ്റിംഗ്, സോ ദ കിറ്റ് ബാഗ് ബിക്കെയിം എൻ എക്സ്റ്റൻഷൻ ഓഫ് മീ ഓൺ ദ ബസ്. അപ്പം എനിക്ക് പ്രാക്ടീസിന് പോകുന്ന സമയത്ത് എനിക്ക് ഹെൽമെറ്റും പാഡും ബാറ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെ വേണം. അപ്പോൾ അതെൻ്റെ ഒരു ഭാഗമായിരുന്നു. അതേപോലെ തന്നെ ദ കിറ്റ് ബാഗ് ബിക്കെയിം എൻ എക്സ്റ്റൻഷൻ ഓഫ് മീ ഓൺ ദ ബസ്. ഇപ്പോൾ ബസ്സിൽ പോകുന്ന സമയത്ത് എൻ്റെ ഒരു എക്സ്റ്റൻഷൻ മീൻസ് എന്നോട് കൂടി ചേർന്നിട്ടുള്ള ഒരു കാര്യമായിട്ട് കിറ്റ് ബാഗും ഉണ്ടായിരുന്നു. I had often take the bus or train from Bandra to Churchgate and it was all a great learning experience. അപ്പോൾ പലപ്പോഴും ഞാൻ പോവാറുണ്ടായിരുന്നത് ഒന്ന് ബാന്ദ്രയിൽ നിന്ന് എന്താ പറയുക ചർച്ച് ഗേറ്റ് വരെ പോവാറുണ്ടായിരുന്നത് ഒന്നുകിൽ ബസ്സിലോ അല്ലെങ്കിൽ ട്രെയിനിലോ ആയിരുന്നു. അപ്പോൾ ഇതൊക്കെ എനിക്ക് എന്തായിരുന്നു? ഇറ്റ് വാസ് ഓൾ എ ഗ്രേറ്റ് ലേണിംഗ് എക്സ്പീരിയൻസ്. ഇതെല്ലാം എനിക്ക് ഒരു ജീവിതത്തിലെ കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ലൊരു അനുഭവമായിട്ട് ഈ യാത്രകളൊക്കെ എനിക്ക് മാറി. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കുക. ഈവൻ ദോ ഐ ലവ്ഡ് ക്രിക്കറ്റ്, ദർ വർ സ്റ്റിൽ ഒക്കേഷണൽ ഡേയ്സ് വെൻ പ്ലേയിങ് വിത്ത് മൈ ഫ്രണ്ട്സ് അറ്റ് ഹോം വാസ് സച്ച് ഫൺ ദാറ്റ് ഐ വുഡ് കൺവീനിയൻ്റ്ലി ഫൊർഗെറ്റ് ഐ വാസ് സപ്പോസ് ടു ഗോ ടു ദ നെറ്റ്സ്. അപ്പോൾ ഈവൻ ദോ എന്ന് പറഞ്ഞാൽ ഹവെവർ എന്നുള്ള മീനിങ്ങാണ്. എന്നിരുന്നാലും ഈവൻ ദോ ഐ ലവ്ഡ് ക്രിക്കറ്റ്, എനിക്ക് ക്രിക്കറ്റിനോട് ഭയങ്കര ഇഷ്ടമാണെങ്കിൽ പോലും ദർ വർ സ്റ്റിൽ ഒക്കേഷണൽ ഡേയ്സ്. നമ്മൾ നേരത്തെ ഒക്കേഷണലി എന്നുള്ള വേർഡ് പറഞ്ഞു അല്ലേ, ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ നൗ ആൻഡ് ദെൻ അല്ലേ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ എന്ത് ചെയ്യായിരുന്നു? സ്റ്റിൽ ഒക്കേഷണൽ ഡേയ്സ്, ദർ വർ സ്റ്റിൽ ഒക്കേഷണൽ ഡേയ്സ് വെൻ പ്ലേയിങ് വിത്ത് മൈ ഫ്രണ്ട്സ് അറ്റ് ഹോം. അപ്പോൾ ഞാൻ ക്രിക്കറ്റ് കളിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണെങ്കിൽ കൂടി ഇടയ്ക്കിടയ്ക്ക് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊപ്പം കളിക്കാനും ഇഷ്ടപ്പെട്ടിരുന്നു. when playing with my friends at home was such fun that I would conveniently forget I was supposed to go to the nets. അപ്പോൾ അത് അങ്ങനെ കളിക്കുന്ന സമയത്ത് ഞാൻ പലപ്പോഴും എന്താ പറയുക, കൺവീനിയൻ്റ്ലി എന്ന് പറഞ്ഞാൽ ശരിക്കും സൗകര്യപ്രദമായിട്ടുള്ള നടത്താണ്. ഇവിടെ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ഞാൻ മനഃപൂർവ്വം എന്ത് ചെയ്യും, മറക്കും. അത് എനിക്ക് നെറ്റിൽ പ്രാക്ടീസ് ചെയ്യാൻ പോകണം എന്നുള്ള കാര്യം ഞാൻ മറന്നു പോകാറുണ്ടായിരുന്നു. ഇഫ് ഐ ഡിഡിൻറ്റ് ടേൺ അപ്പ്, അർച്ചേർക്കർ സർ വുഡ് ജമ്പ് ഓൺ ടു ഹിസ് സ്കൂട്ടർ ആൻഡ് കം ടു ഫൈൻഡ് മീ. അപ്പോൾ ഞാനത് പ്രാക്ടീസിന് ചെല്ലാതിരുന്നാൽ അർച്ചേർക്കർ സർ ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്കൂട്ടർ എടുത്തിട്ട് എന്നെ വിളിക്കാൻ വരും. സർ വുഡ് സ്പോട്ട് മീ ഇൻ ദ മിലി ആൻഡ് വെർച്വലി ഡ്രാഗ് മീ ഔട്ട്. അപ്പോൾ സാറിന് എന്ത് ചെയ്യും, അവിടെ നിന്ന് ആ ഒരു മിലി എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു കൺഫ്യൂസ്ഡ് ക്രൗഡാണ്. അതായത് ഒരു കുറച്ച്
ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ഇവിടെ ഇപ്പോൾ കുട്ടികൾ കൂട്ടത്തോടെ ആ കളിക്കുന്ന ആ സമയത്ത് ആ ഗ്രൂപ്പിൽ നിന്ന് എന്നെ സാർ എന്ത് ചെയ്യും, എന്നെ കണ്ടെത്തിയിട്ട് എന്നെ പിടിച്ച് വലിച്ച് കൊണ്ടുപോകും. ആൻഡ് ഐ വുഡ് കം അപ്പ് വിത്ത് എക്സ്ക്യൂസസ് ബട്ട് ഹി വുഡ് ഹാവ് നൺ ഓഫ് ഇറ്റ്. അപ്പം ഞാൻ ഒരുപാട് എക്സ്ക്യൂസുകൾ സാറിനോട് പറയും, പക്ഷേ അതൊന്നും അദ്ദേഹം ശ്രദ്ധിക്കുമായിരുന്നില്ല. ഹി വുഡ് ഗെറ്റ് മീ ടു ചേഞ്ച് ആൻഡ് ഹെഡ് ഓഫ് ടു ശിവാജി പാർക്ക്. സാറ് നിർബന്ധമായിരുന്നു എങ്ങനെയെങ്കിലും എന്നെ തിരിച്ച് ആ പ്രാക്ടീസിലുള്ള സ്ഥലത്ത് കൊണ്ടുപോകണം, ശിവാജി പാർക്കിൽ എത്തിക്കണം എന്നുള്ളത്. On the drive, he would tell me, "Don't waste your time playing inane games with these kids. Cricket is waiting for you at the nets. Practice hard and see what magic can transpire." അപ്പോൾ സാർ എന്നെ തിരിച്ച് കൊണ്ടുപോകുന്ന സമയത്ത് ഓൺ ദ ഡ്രൈവ്, അപ്പോൾ എന്താ പറയുക, സ്കൂട്ടറിലാണ് വിളിക്കാൻ വരില്ലേ, അപ്പോൾ തിരിച്ച് അവനെ കൊണ്ടുപോകുന്ന ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് സാറ് പറയുമായിരുന്നു, "ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം പ്ലേയിങ് ഇന്നെയിൻ ഗെയിംസ്." ഇന്നെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സില്ലി ആയിട്ടുള്ള, അതായത് നീ നിൻ്റെ സമയം വേസ്റ്റ് ചെയ്യരുത്. എന്ത് കളിച്ചിട്ട്? പ്ലേയിങ് ഇന്നെയിൻ ഗെയിംസ് വിത്ത് ദീസ് കിഡ്സിൽ, ഇവിടുത്തെ ഈ കുട്ടികളോട് ചേർന്നിട്ട് സില്ലി ഗെയിംസ് കളിച്ചിട്ട് നീ നിൻ്റെ ടൈം വേസ്റ്റ് ചെയ്യരുത്. കാരണം എന്താണ്? ക്രിക്കറ്റ് ഈസ് വെയിറ്റിംഗ് ഫോർ യു അറ്റ് ദ നെറ്റ്സിൽ, നിന്നെ കാത്തെന്തിരിക്കുന്നുണ്ട്? നെറ്റിൽ ക്രിക്കറ്റ് ഇരിക്കുന്നുണ്ട്. പ്രാക്ടീസ് ഹാർഡ് ആൻഡ് സീ വാട്ട് മാജിക് ക്യാൻ ട്രാൻസ്ഫർ അല്ലേ. അപ്പം നീ ഹാർഡ് വർക്ക് ചെയ്യണം, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് നിനക്ക് കാണാം എന്ത് മാജിക്കാണ് നിന്നിൽ വരാൻ പോകുന്നതെന്ന് നിനക്ക് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ കാണാമെന്ന് സാറ് പറയുമായിരുന്നു. At that time, I hated being dragged off, but as I look back, I feel sheepish about my actions and can only admire Archerkar's far-sightedness. അപ്പോൾ ആ സമയത്തൊക്കെ എനിക്ക് എന്തായിരുന്നു? ഐ ഹേറ്റഡ് ബീങ് ഡ്രാഗ്ഡ് ഓഫ് അല്ലേ. അപ്പോൾ എന്നെ ഇങ്ങനെ ഡ്രാഗ് ചെയ്തുകൊണ്ടാണ്, നിർബന്ധിച്ച് കൊണ്ടുപോവാണ്. അപ്പോൾ അതിനെനിക്ക് വെറുപ്പായിരുന്നു ആ സമയത്ത്. കാരണം എന്താണ്? സാർ എന്നെ ഒന്ന് മറ്റു കുട്ടികളുടെ കൂടെ കളിക്കാൻ സമ്മതിക്കാതെ എന്നെ പിടിച്ചുകൊണ്ട് പോവല്ലേ. അപ്പോൾ അത് എനിക്ക് ആ സമയത്ത് ഒരു ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒരു വെറുപ്പുണ്ടാക്കിയ കാര്യമായിരുന്നു. ബട്ട് ആസ് ഐ ലുക്ക് ബാക്ക് അല്ലേ, പക്ഷെ എന്നാലും ഞാനിപ്പോൾ പിന്നീട് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഐ ഫീൽ ഷീപ്പിഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഒരു ഷെയിം, ഫീലിംഗ് ഓഫ് ഷെയിം, അതായത് എനിക്കൊരു ഇപ്പോൾ ലജ്ജ തോന്നുന്നു. എന്താണ്? അബൌട്ട് മൈ ആക്ഷൻസ് അല്ലേ. അപ്പോൾ ഞാൻ അന്ന് ആ വെറുപ്പ് വിചാരിച്ചതിനെക്കുറിച്ച് ഓർത്തിട്ട്, അല്ലെങ്കിൽ ഞാൻ അന്ന് ചെയ്ത പ്രവർത്തികൾ ഓർത്തിട്ട് എനിക്ക് നാണം തോന്നുന്നു, അല്ലെങ്കിൽ ലജ്ജ തോന്നുന്നു. കാരണം എന്താണ്? ആൻഡ് ക്യാൻ ഓൺലി അഡ്മയർ അർച്ചേർക്കർ സർ ഫാർ സൈറ്റഡ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു ലോങ് സൈഡ്, അതായത് ദീർഘവീക്ഷണം അല്ലെങ്കിൽ ഭാവി മുൻകൂട്ടി കാണാനുള്ള കഴിവ് അല്ലേ. അപ്പോൾ ഇവിടെ സാറിൻ്റെ ആ ഒരു ദീർഘവീക്ഷണത്തിന്, സാറിൻ്റെ ആ ഒരു ഫാർ സൈറ്റഡ്നെസ്സിനെ എനിക്ക് അഡ്മയർ ചെയ്യാനേ പറ്റുള്ളൂ. എനിക്ക് അതിനോട് ആരാധന തോന്നുന്നു. കാരണം സാറ് എൻ്റെ ഭാവി മുന്നിൽ കണ്ടിരുന്നു അല്ലേ. അതുകൊണ്ടാണ് സാറിനെ നിർബന്ധിച്ച് കൊണ്ടുപോയത്. അപ്പോൾ അന്ന് എനിക്ക് വെറുപ്പ് തോന്നിയിരുന്നെങ്കിലും പിന്നീട് തിരിഞ്ഞു നോക്കുമ്പം സാറ് ചെയ്തത് വളരെ നല്ല കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇനി ലാസ്റ്റ് പാരഗ്രാഫ് നോക്കാം. സോ ഓൾസോ പണിഷ് മീ ഓൺ വൺ ഒക്കേഷൻ വെൻ ട്രൈങ് ടു ടീച്ച് മീ എ വെരി ഇമ്പോർട്ടൻറ്റ് ലെസൺ. അപ്പോൾ സാറ് എന്താ പറയുക, അതേപോലെ തന്നെ എന്നെ ഈ കളിക്കുന്ന സമയത്ത് എന്നെ പിടിച്ചുകൊണ്ട് പോകുന്ന പോലെ തന്നെ സർ ഓൾസോ പണിഷ് മീ ഓൺ വൺ ഒക്കേഷനിലെ ഒരു അവസരത്തിൽ സാർ എന്നെ പണിഷ് ചെയ്യുകയും ചെയ്തു. വെൻ ട്രൈങ് ടു ടീച്ച് മീ എ വെരി ഇമ്പോർട്ടൻറ്റ് ലെസൺ. അപ്പോൾ അത് എന്നെ എന്താ പറയുക, ഒരു പ്രധാനപ്പെട്ട പാഠം, ഒരു ഇമ്പോർട്ടൻറ്റ് ലെസൺ എന്നെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടെ സാർ എന്നെ പണിഷ് ചെയ്യുകയും ചെയ്തു. വൺസ് ഐ ബങ്ക് മൈ ഡെയിലി ഈവനിങ് പ്രാക്ടീസ് ടു വാച്ച് ആൻ ഇൻ്റർ സ്കൂൾ ക്രിക്കറ്റ് മാച്ച്, നോട്ട് ആൻറ്റിസിപ്പേറ്റിംഗ് ദാറ്റ് സർ വുഡ് ബി ദർ. ഞാൻ ഒരിക്കൽ ഐ ബങ്ക്ഡ് മൈ ഡെയിലി ഈവനിങ് പ്രാക്ടീസ്. ബങ്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്ത് പോവുക. അപ്പം ഞാൻ എൻ്റെ ഡെയിലി ഈവനിങ് പ്രാക്ടീസ് ഉണ്ടല്ലോ, അപ്പോൾ അതൊരു ദിവസം ഞാൻ കട്ട് ചെയ്തിട്ട് എന്തിനു പോയി? ടു വാച്ച് ആൻ ഇൻ്റർ സ്കൂൾ ക്രിക്കറ്റ് മാച്ച്. അപ്പോൾ ഞാനൊരു ഇൻ്റർ സ്കൂൾ ക്രിക്കറ്റ് മാച്ച് ഉണ്ടായിരുന്നു, അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പോയി. അവിടെ പോയ സമയത്ത് എങ്ങനെയാണ് പോയത്? നോട്ട് ആൻറ്റിസിപ്പേറ്റിംഗ് ദാറ്റ് സർ വുഡ് ബി ദർ. ആൻറ്റിസിപ്പേറ്റിംഗ് മീൻസ് എക്സ്പെക്റ്റിംഗ് ആണ്. ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, സർ അവിടെ ഉണ്ടായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാതെ ഞാനത് ആ ഇൻ്റർ സ്കൂൾ ക്രിക്കറ്റ് മാച്ച് കാണാൻ പോയി. എൻ്റെ ഡെയിലി പ്രാക്ടീസ് ബങ്ക് ചെയ്തുകൊണ്ട്. He was angry and he said, "It was not for me to come and watch other people play for. If I practiced hard enough, one day people from across the world would come and watch me play." അപ്പോൾ സാറിന് ഭയങ്കര ദേഷ്യമായി ഞാൻ അങ്ങനെ എൻ്റെ പ്രാക്ടീസ് കട്ട് ചെയ്ത് പോയതുകൊണ്ട്. അപ്പോൾ സാർ എന്നോട് എന്ത് പറഞ്ഞു? സാറ് ദേഷ്യപ്പെട്ടു. എന്നിട്ട് ഹി സെഡ് അല്ലേ, ഇറ്റ് വാസ് നോട്ട് ഫോർ മീ ടു കം ആൻഡ് വാച്ച് അതർ പീപ്പിൾ പ്ലേ ഫോർ. അപ്പം ഞാൻ എന്ത് ചെയ്യേണ്ട ആളല്ല, ഞാൻ മറ്റുള്ള ആളുകൾ കളിക്കുന്നത് കാണാൻ വരേണ്ട ആളുകളല്ല. ഇഫ് ഐ പ്രാക്ടീസ്ഡ് ഹാർഡ് ഇനഫ് അല്ലേ, ഞാൻ നന്നായിട്ട് ഹാർഡ് വർക്ക് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ വൺ ഡേ
പീപ്പിൾ ഫ്രം അക്രോസ് ദ വേൾഡ് വുഡ് കം ആൻഡ് വാച്ച് മീ പ്ലേ. ലോകത്തെമ്പാടുള്ള ആളുകൾ വന്നിട്ട് ഒരു ദിവസം നിൻ്റെ കളി കാണാൻ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ വരുന്ന ഒരു ദിവസം വരും എന്ന് സാറ് പറഞ്ഞു. ഇഫ് ഐ പ്രാക്ടീസ്ഡ് ഹാർഡ്, അല്ലേ, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ. ഹാഡ് ഇറ്റ് നോട്ട് ബീൻ ഫോർ സർ ഐ വുഡ് നോട്ട് ബി ദ ക്രിക്കറ്റർ ഐ ടേൺഡ് ഔട്ട് ടു ബി. അപ്പോൾ ഇങ്ങനെ ഒരു സർ ഇല്ലായിരുന്നെങ്കിൽ, ഹാഡ് ഇറ്റ് നോട്ട് ബീൻ ഫോർ സർ ഐ വുഡ് നോട്ട് ബി ദ ക്രിക്കറ്റർ ഐ ടേൺഡ് ഔട്ട് ടു ബി. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ഇത്രയും നല്ലൊരു ക്രിക്കറ്റർ ആയി മാറാനുള്ള ഒരു കാരണം, മെയിൻ ഒരു ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ അർച്ചേർക്കർ സാറാണ്. ഹി വാസ് എ സ്ട്രിക്റ്റ് ഡിസിപ്ലിനേറിയൻ ആൻഡ് ഡിഡ് എവറിതിങ് ഹി കുഡ് ഫോർ മീ. അപ്പോൾ അദ്ദേഹം നല്ലൊരു ഡിസിപ്ലിനേറിയൻ ആയിരുന്നു. ഡിസിപ്ലിനേറിയൻ എന്ന് പറഞ്ഞാൽ നല്ല അച്ചടക്കം, മറ്റുള്ളവരുടെ അച്ചടക്കം കൊണ്ടുവരുന്ന ആൾ, അല്ലേ. അപ്പോൾ അദ്ദേഹം കർശനമായിട്ട് ആ ഒരു ഡിസിപ്ലിൻ അദ്ദേഹം പാലിച്ചു. അതുപോലെ തന്നെ ഹി ഡിഡ് എവറിതിങ് ഹി കുഡ് ഫോർ മീ. എനിക്ക് വേണ്ടി ചെയ്യാവുന്ന ക്രിക്കറ്റ് കോച്ചിങ്ങിന് വേണ്ടി എനിക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് അദ്ദേഹം ചെയ്തു തന്നു. ഐ ഓ മൈസെൽഫ് ടു ഹിം. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് എന്ത് ചെയ്തിരിക്കുന്നു? ഐ ഓ മീൻസ് കടപ്പെടുക. ഞാൻ അദ്ദേഹത്തിനോട് കടപ്പെട്ടിരിക്കുന്നത്. എൻ്റെ ഇപ്പോഴത്തെ ഞാൻ നേടിയ, എൻ്റെ ലൈഫിൽ നേടിയ എൻ്റെ എല്ലാ അച്ചീവ്മെൻറ്റ്സും, എൻ്റെ കരിയർ അച്ചീവ്മെൻറ്റ്സിനെല്ലാം ഞാൻ കടപ്പെട്ടിരിക്കുന്ന ആരോടാണ്? അർച്ചേർക്കർ സാറിനോട് ആണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ലേണിംഗ് ദ ഗെയിം എന്ന് പറഞ്ഞ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. ഇതിൽ നമുക്ക് നിങ്ങൾക്ക് ഒരു ചാപ്റ്ററിൻ്റെ സൈഡിൽ ക്വസ്റ്റ്യൻസ് കാണാം, ഓരോ പാരഗ്രാഫിൻ്റെയും സൈഡിൽ. അതിനൊക്കെ ആൻസേഴ്സ് നിങ്ങളത് വായിച്ചിട്ട് ആൻസർ കണ്ടെത്താൻ ശ്രമിക്കുക. ടെക്സ്റ്റിൽ ആ സെയിം പാസേജിൽ നിന്ന് അതിൻ്റെ ആൻസർ കണ്ടെത്താൻ ശ്രമിക്കുക. കാരണം നിങ്ങൾക്ക് എക്സാമിന് ഒരു പാസേജ് എന്നിട്ട് അതിൻ്റെ താഴെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യേണ്ട. അപ്പോൾ നിങ്ങൾ അതിനുള്ളൊരു പ്രാക്ടീസ് എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ഇപ്പോൾ കഴിഞ്ഞ ചാപ്റ്ററിൻ്റെ ആ ഒരു ഓരോ പാസേജ് വായിച്ചിട്ട് അതിൻ്റെ സൈഡിൽ തന്ന ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് കണ്ടെത്താൻ ശ്രമിക്കുക. പിന്നെ അതിനെ നിങ്ങൾക്ക് നെക്സ്റ്റ് പേജിൽ നോക്കിയാൽ കാണാം, ലെറ്റ്സ് റീവിസിറ്റ് ആൻഡ് റിഫ്ലക്റ്റ് എന്ന് കാണാം. അതിനകത്തൊരു 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതും നിങ്ങൾ വായിച്ചിട്ട് ആൻസർ കണ്ടെത്താൻ ശ്രമിക്കുക. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു തരാം. ഡു യു തിങ്ക് ദാറ്റ് ദ സമ്മർ ക്യാമ്പ് അറ്റ് ശിവാജി പാർക്ക് ഹെൽപ്പ് സച്ചിൻ ടു മൗൾഡ് ഹിംസെൽഫ് ടു എ റിയൽ ക്രിക്കറ്റർ? സ്റ്റേറ്റ് യുവർ റീസൺസ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ, ഈ ശിവാജി പാർക്കിലുണ്ടായിരുന്ന സമ്മർ ക്യാമ്പ് ഉണ്ടല്ലോ, അതായത് സച്ചിൻ സ്കൂൾ ചേഞ്ച് ചെയ്യുന്നതിന് മുമ്പുള്ള ആ ക്യാമ്പ്, അപ്പോൾ ആ അർച്ചേർക്കർ സാറുടെ സമ്മർ ക്യാമ്പ്, അപ്പോൾ ആ ക്യാമ്പിലെ പ്രാക്ടീസ് സച്ചിനെ സഹായിച്ചോ, ഒരു റിയൽ ക്രിക്കറ്ററായിട്ട് മാറാൻ സച്ചിനെ സഹായിച്ചോ എന്നാണ് ചോദ്യം. അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ കാരണങ്ങളും എഴുതാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, സച്ചിൻ ലവ് പ്ലേയിങ് വിത്ത് ഫ്രണ്ട്സ് അറ്റ് ഹോം. മിസ്റ്റർ രമാകാന്ത് അർച്ചേർക്കർ വാണ്ടഡ് ഹിം ടു പ്രാക്ടീസ് ഇൻ ദ നെറ്റ്സ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ഇൻ പ്ലേയിങ് സ്ട്രീറ്റ് ക്രിക്കറ്റ് ആൻഡ് പ്രൊഫഷണൽ ക്രിക്കറ്റ്? What was the role of Mr. Archerkar sir as a mentor to change Sachin to a professional cricketer? അപ്പോൾ സച്ചിൻ എപ്പോഴും ഫ്രണ്ട്സിനോടൊപ്പം വീട്ടിൽ കളിക്കാൻ ആഗ്രഹിച്ചു. രമാകാന്ത് അർച്ചേർക്കർ സർ എന്താ ആഗ്രഹിച്ചത്? സച്ചിൻ നെറ്റിൽ പ്രാക്ടീസ് ചെയ്യണമെന്ന്. അപ്പോൾ എന്താണ് ഡിഫറൻസ്? വാട്ട് ഈസ് ദ ഡിഫറൻസ് ഇൻ പ്ലേയിങ് സ്ട്രീറ്റ് ക്രിക്കറ്റ് ആൻഡ് പ്രൊഫഷണൽ ക്രിക്കറ്റ്? അതായത് സ്ട്രീറ്റ് ക്രിക്കറ്റും പ്രൊഫഷണൽ ക്രിക്കറ്റും, അതായത് ക്രിക്കറ്റ് പ്രൊഫഷണലി പ്രാക്ടീസ് ചെയ്യുന്നതും സ്ട്രീറ്റിൽ വെറുതെ കളിക്കുന്നതും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? വാട്ട് വാസ് ദ റോൾ ഓഫ് മിസ്റ്റർ അർച്ചേർക്കർ ആസ് എ മെൻറ്റർ? മെൻറ്റർ എന്ന് പറഞ്ഞാൽ പ്രിപ്പയർ എന്നുള്ള അർത്ഥമാണ്. ഇവിടെ ഇപ്പോൾ സച്ചിനെ മൗൾഡ് ചെയ്യുന്നതിൽ അർച്ചേർക്കർ സാറുടെ റോൾ എന്തായിരുന്നു? സച്ചിനെ ഒരു പ്രൊഫഷണൽ ക്രിക്കറ്ററായി മാറ്റുന്നല്ലേ. വാട്ട് വാസ് ദ റോൾ ഓഫ് മിസ്റ്റർ അർച്ചേർക്കർ സർ ആസ് എ മെൻറ്റർ ടു ചേഞ്ച് സച്ചിൻ ടു എ പ്രൊഫഷണൽ ക്രിക്കറ്റർ? ദെൻ തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? കോട്ട് ദ സെൻറ്റൻസ് വിച്ച് യു ഫൈൻഡ് മോസ്റ്റ് ഇൻസ്പയറിംഗ് ഫ്രം ലേണിംഗ് ദ ഗെയിം. How do they inspire you and trigger a startup thought on your ambition? അപ്പോൾ നിങ്ങൾ ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങളെ ഇൻസ്പയർ ചെയ്ത, നിങ്ങളെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്ത, പ്രചോദിപ്പിച്ച സെൻറ്റൻസുകൾ എടുത്തെഴുതുക. ആ സെൻറ്റൻസുകൾ എങ്ങനെയാണ് നിങ്ങളെ ഇൻസ്പയർ ചെയ്തത്? ഹൗ ഡു ദേ ഇൻസ്പയർ യു? നിങ്ങളെങ്ങനെ അത് പ്രചോദിപ്പിച്ചു? നിങ്ങൾക്കൊരു നിങ്ങളുടെ അംബീഷനിൽ ഒരു പുതിയൊരു തോട്ട് കൊണ്ടുവരാൻ, ഒരു പുതിയൊരു ചിന്ത നിങ്ങളിലേക്ക്, നിങ്ങളുടെ അംബീഷനെ കുറിച്ച് എത്തിക്കാൻ ആ ഒരു സെൻറ്റൻസുകൾ നിങ്ങളെങ്ങനെ സഹായിച്ചു? അതാണ് ചോദ്യം. പിന്നെ ആക്ടിവിറ്റി 1 ഉണ്ട്, അതുപോലെ തന്നെ ആക്ടിവിറ്റി 2. 2 ആക്ടിവിറ്റീസാണുള്ളത്. അതിൽ ഒന്നാമത്തെ ആക്ടിവിറ്റി നിങ്ങളോട് എന്താ പറയുക, 3 പേരുടെ ഒരു ബോക്സ് വന്നിട്ടുണ്ടല്ലോ. രമേശ് ടെണ്ടുൽക്കർ, സച്ചിൻസ് ഫാദർ, അജിത് ടെണ്ടുൽക്കർ സച്ചിൻസ് ബ്രദർ, അർച്ചേർക്കർ സർ സച്ചിൻസ് കോച്ച്, അല്ലേ. ഈ 3 പേരുടെയും എന്താ പറയുക ഇമ്പോർട്ടൻ്റ് റോൾ ഈ സച്ചിൻ്റെ കാര്യത്തിൽ അവർ എന്തൊക്കെ സച്ചിൻ്റെ ആ ഒരു വളർച്ചയിൽ അവർ വഹിച്ച പങ്ക് എന്താണെന്നാണ് അവിടെ ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ ഓരോരുത്തരുടെയും റോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ, ആ ആക്ടിവിറ്റി ചെയ്യാനുള്ള എന്താണ്
In the light of the points listed and analyzing Sachin's experiences, prepare a brief write-up on the role played by others in molding a legend. അപ്പോൾ ഒരു ലെജൻഡിനെ മൗൾഡ് ചെയ്യുന്നതിൽ, ഒരു എന്താ പറയുക, ഇതിഹാസ നായകനെ രൂപപ്പെടുത്തുന്നതിൽ എന്താ പറയുക, ഈ മറ്റുള്ളവർക്കുള്ള റോൾ എന്താണ്, മറ്റുള്ളവരെങ്ങനെ പങ്കുവഹിക്കുന്ന ഒരാളെ മൗൾഡ് ചെയ്യുന്നതിൽ നിന്ന്, ഒരു സാധാരണ വ്യക്തിയല്ല, മൗൾഡിങ് എ ലെജൻഡിലെ ഒരു മഹാനായിട്ടുള്ള ഒരാളെ, വ്യക്തിയെ വാർത്തെടുക്കുന്നതിൽ മറ്റുള്ളവർക്കുള്ള പങ്ക് എന്താണ്, അതിനെക്കുറിച്ച് എഴുതാനാണ് ഉള്ളത്. അത് ഞാൻ നിങ്ങൾക്ക് നോട്ട് തരാം. പിന്നെ അതേപോലെ തന്നെ സെക്കൻഡ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ സച്ചിൻ്റെ പ്രൊഫൈൽ എഴുതാനാണ്. നിങ്ങൾക്ക് എക്സാമിന് എപ്പോഴും ചോദിക്കും ഡീറ്റെയിൽസ് തന്നിട്ട് അതിൻ്റെ ആ വ്യക്തിയുടെ പ്രൊഫൈൽ എഴുതാൻ. പിന്നെ അതുപോലെ തന്നെ അതിൽ തന്നെ എ പാർട്ടും ബി പാർട്ടും ഉണ്ട്. ബിയിൽ യുവർ സ്കൂൾ ഈസ് ഓർഗനൈസിങ് എ മീറ്റിംഗ് ടു ഹോണർ രമാകാന്ത് അർച്ചേർക്കർ. സപ്പോസ് യു ആർ ദ ആങ്കർ ഓഫ് ദ ഫംഗ്ഷൻ. പ്രിപ്പയർ എ സ്ക്രിപ്റ്റ് ഫോർ ഇൻട്രൊഡ്യൂസിങ് ഹിം യൂസിങ് ദ ഇൻഫർമേഷൻ ഗിവൺ എബവ്. അപ്പോൾ നമ്മൾ പ്രൊഫൈൽ എഴുതി കഴിഞ്ഞു. പ്രൊഫൈൽ എഴുതി കഴിഞ്ഞാൽ അത് വെച്ചിട്ട് നിങ്ങളോട് ഒരു എന്താ പറയുക, അർച്ചേർക്കർ സാറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കാനാണ്. അതായത് നിങ്ങളുടെ സ്കൂളിൽ രമാകാന്ത് അർച്ചേർക്കർ സാറിനെ ഓണർ ചെയ്യാനുള്ളൊരു മീറ്റിംഗ് സംഘടിപ്പിക്കുകയെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങളാണ് അതിൻ്റെ ആ ഒരു ഫംഗ്ഷൻ്റെ ആങ്കർ, അവതാരകൻ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ഒരു സാറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കാനാണ്. അത് നമ്മുടെ മുകളിലുള്ള ഇൻഫോർമേഷൻസ് വെച്ചുകൊണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് നോട്ട് തരാം.